ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുക. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. പാടുന്നു. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന ഈശോ ആരാധന. ആബാ പിതാവേ അങ്ങേക്ക് ആരാധന. കൈകളടിച്ച് വശങ്ങളെ കൈകളടിച്ച് ആരാധിച്ചിടുന്നിതാ. യേശുവിനാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവിനാഥ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവിനാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവിനാഥ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവിനാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. കൈകളടിച്ചു പാടാം. പാവനത്താവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനത്താവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാവനത്താവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനത്താവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാവനത്താവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനത്താവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാവനത്താവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനത്താവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ഈശോ ആരാധന അങ്ങേക്ക് ആരാധന. പാടുന്നു. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കട്ടെ. എഴുന്നേറ്റ് കൈകളടിച്ച് കൈകളടിച്ച് യേശുവേ വന്നു വാഴണമേ, യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. പാടാം എല്ലാവരും ചേർന്ന്. നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീ. എഴുന്നള്ളുന്നേശോ രാജാവാ കർത്താവാൻ ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശോ രാജാവാ കർത്താവാൻ ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല. ഭൂതങ്ങളൊഴിയും കൈകൾ താഴ്ത്തിയടിച്ചു. ഭൂതങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം എല്ലാ ബന്ധനങ്ങളും നീങ്ങട്ടെ. ഭൂതങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും,
ബന്ധനമെല്ലാം യേശുവിന്റെ നാമത്തിൽ ഉരുടരും ഉണർന്നരും രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ദൈവരാജ്യം രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. ഉരുടരും ഉണർന്നരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ, വന്നു വാഴണമേ. ഇനി ഞാനല്ല നീയല്ലോ യേശുവേ, വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ, വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ, ഞാനല്ല എന്നിൽ നീയല്ലോ, ഇനി ഞാനല്ല എന്നിൽ നീ. ശ്രദ്ധിക്കാവോ? രക്തക്കൊട്ട 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 കൈകളടിച്ച് രക്തക്കോട്ട 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 എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. സുത്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലനായി നൽകിയിടണമേ. രക്തക്കോട്ട 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 എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. സുത്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകം, യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകം, യേശുവിൻ രക്തം. കെട്ടുകൾ പൊട്ടട്ടെ എന്നെ കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടിപ്പാടട്ടെ ഞാൻ ദൈവഗീതങ്ങൾ. കെട്ടുകൾ പൊട്ടട്ടെ എന്നെ കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടിപ്പാടട്ടെ ഞാൻ ദൈവഗീതങ്ങൾ. കെട്ടുകൾ പൊട്ടട്ടെ എന്നെ യേശുവിന്റെ നാമത്തിൽ കെട്ടിപ്പാടട്ടെ ഞാൻ ദൈവഗീതങ്ങൾ. കെട്ടുകൾ പൊട്ടട്ടെ എന്നെ കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടിപ്പാടട്ടെ ഞാൻ ദൈവഗീതങ്ങൾ. രക്തക്കോട്ട 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 എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലനായി നൽകണമേ. രക്തം 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 ഈശോയുടെ രക്തം മോചനമേകം, യേശുവിൻ രക്തം ഈശോ രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകം, യേശുവിൻ കെട്ടുകൾ പൊട്ടട്ടെ എന്നെ കെട്ടുകൾ പൊട്ടട്ടെ, കൈ പൊട്ടിപ്പാടട്ടെ ഞാൻ ദൈവഗീതങ്ങൾ. കെട്ടുകൾ പൊട്ടട്ടെ എന്നെ കെട്ടുകൾ പൊട്ടട്ടെ, നാമത്തിൽ ഞാൻ ദൈവഗീതങ്ങൾ. കെട്ടുകൾ പൊട്ടട്ടെ എന്നെ കെട്ടുകൾ പൊട്ടട്ടെ, പൊട്ടിപ്പാടട്ടെ ഞാൻ കൈകൾ വീശേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കാവോ? ശാന്തമായിരിക്കാം. നിശബ്ദമായി കർത്താവിന്റെ സാന്നിധ്യം ഓർക്കാം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവം സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തന പുസ്തകത്തിലെ ഈ വചനം ഓർക്കാം. മോശ തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എഴുതി വെച്ചതാണ്. 40 വർഷം മരുഭൂമിയിലൂടെ ജനത്തെ നയിച്ചപ്പോൾ ദൈവത്തിൻ്റെ അനുഭവം മോശയ്ക്കും ഇസ്രായേൽ ജനത്തിനുണ്ടായി. ദുരിതപൂർണമായ മരുഭൂമി യാത്രയിൽ ദൈവം ഇടപെട്ടു.
മന്നയായി, കാടപ്പക്ഷിയായി, പാറയിലെ വെള്ളമായി, മേഘസ്തംഭമായി, ദീപസ്തംഭമായി ദൈവം കൂടെ നടന്ന് പരിപാലിച്ചു. അനുഭവത്തിൽ നിന്നാണ് മോശ എഴുതിയത്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവം സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ദൈവമേതാ ഈ ആൾക്കാരെ എത്രയോ അടുത്താണ്, നമ്മുടെ ഏറെ സമീപത്തല്ലേ ഈശോ. ആ പഴയ നിയമ ഇസ്രായേലരെക്കാൾ പുതിയ നിയമത്തിലെ ഇസ്രായേൽക്കാരായ നാം ഓരോരുത്തരും എത്രയോ ഭാഗ്യം ചെയ്യുന്നവരാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ ഈ ആൾത്താരയിൽ. നമ്മുടെ ദൈവമേതാ നമ്മോട് കൂടെയിതാ, ഈ അൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ, നമ്മുടെ ദൈവമേതാ. ഒരു ദൈവം തന്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. ഒരു ദൈവം തന്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. തന്റെ ജനത്തോട് കാട്ടിയൊരുൾ പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ. തന്റെ ജനത്തോട് കാട്ടിയൊരുൾ പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ. ഇന്നും തുടിക്കും നീ കൂദാശയിൽ. സ്നേഹമുള്ളവരെ, പലപ്പോഴും വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന മടുപ്പ്, താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ഉറക്കം, ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. റോമാലേഖനത്തിൽ നാം വായിക്കുന്നില്ലേ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് നമുക്ക് സമർപ്പിക്കാം. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ ഒരു അസ്ഥിയുടെ താഴ്വര നാം കാണുന്നുണ്ട്. നിർജീവമായി കിടക്കുന്ന അസ്ഥികൾ, ജീവനില്ല, ശൂന്യത. അവിടെ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ ആ അസ്ഥികളെല്ലാം ജീവൻ പ്രാപിച്ചു. ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നുവെന്ന് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു. ഇത് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെ സൂചിപ്പിക്കുന്നില്ലേ? നിർജീവമായി കിടക്കുന്ന നമ്മുടെ ആത്മീയ മേഖലകൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ജീവനുള്ളതായി മാറും. അതുകൊണ്ട് സമർപ്പിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ശൂന്യത നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ, നിർജീവമായ എൻ്റെ ജീവിതത്തിൽ നീ വന്ന് വീശണമേ. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ, ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക.
പരിശുദ്ധാത്മാവേ, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ചേർന്ന് പാടാം. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പ്രിയപ്പെട്ടവരെ, ആ രക്തസ്രാവക്കാരിയ സ്ത്രീ ഓർക്കുന്നില്ലേ? 12 വർഷമായി വിവിധ വൈദ്യന്മാരുടെ അടുത്ത് പോയി അനേകം ചികിത്സകൾ ചെയ്തിട്ടും സൗഖ്യം പ്രാപിച്ചില്ല. അങ്ങനെ തകർന്ന മനസ്സോടെ വളരെ വേദനയോടെ മകൾ ഈശോയെ കാണാൻ വരികയാണ്. എന്നാൽ ആൾക്കൂട്ട നിമിത്തം ഈശോയുടെ അടുത്ത് എന്ന് തന്റെ പരാതി പറയാൻ സാധിക്കുന്നില്ല. ആ സ്ത്രീ ആദ്യം വിചാരിച്ചു ഈശോയുടെ അടുത്ത് എന്ന് തന്റെ പരാതി പറഞ്ഞ് ബോധ്യപ്പെടുത്തി സൗഖ്യം പ്രാപിക്കണം, അന്ധനെ പോലെ. പക്ഷേ ആൾക്കൂട്ട നിമിത്തം ഈശോയുടെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. ആ മകള് നിരാശപ്പെട്ടോ? ഇല്ല. അവളുടെ വിശ്വാസം വർദ്ധിച്ചു. എന്റെ പരാതി ഈശോ കേട്ടില്ലെങ്കിലും, ഈശോ കൈകൾ എന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും, അവന്റെ വസ്ത്രത്തിൽ നിന്ന് തൊട്ടാൽ മതി, ഞാൻ സുഖം പ്രാപിക്കും. ആ മകളുടെ വിശ്വാസം കണ്ടു. അവളുടെ വിശ്വാസം ഇങ്ങനെ ആഴപ്പെടുകയാണ്, നിരാശപ്പെടുന്നില്ല. സഹോദര സഹോദരി, ഇന്ന് ഈശോയുടെ സന്നദ്ധിയിൽ നീ ആയിരിക്കുമ്പോൾ തകർന്ന മനസ്സാണ് നിനക്ക്, തളർന്ന ശരീരമാണ് നിനക്കുള്ളത്. ഒരുപാട് വേദനകളുണ്ട്. നീ തകർന്നവളാണോ മകളെ? ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. നായകൻ ഈശോയേ, 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 ഈശോയേ. ചേർന്ന് പാടാം. ഈശോയേ, 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 മനസ്സിൻ
പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ആവർത്തിക്കപ്പെടുന്ന ഒരു വചനമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരുപക്ഷെ ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും വലിയ വികാരം ഭയമായിരിക്കണം. വിവിധ ഭയങ്ങളാൽ നമ്മുടെ ജീവിതം ഇങ്ങനെ നട്ടം തിരിയുമ്പോൾ കർത്താവിൽ ആശ്രയം വെക്കാം. ഭാവിയെക്കുറിച്ചുള്ള ഭയം, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, മക്കളെ ഓർത്തുള്ള ഭയം, സാമ്പത്തിക മേഖലയിലെ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ നിരവധി ഭയങ്ങളാൽ അസ്വസ്ഥപ്പെടുകയാണ് നാം. യേശയ്യാ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ആ പത്രോസ് ആഴിയുടെ അഗാധങ്ങളിലേക്ക് താങ്ങി പോകുമ്പോൾ വലത് കരം കൊടുത്ത് ഈശോ അവൻ ഉയർത്തുന്നില്ലേ? ആഴിയുടെ ആഴങ്ങളിലേക്ക് വിടാതെ പത്രോസിനെ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ് കർത്താവ്. ചോദിക്കുന്നില്ലേ, അല്പവിശ്വാസി, നീ എന്തിന് ഭയപ്പെട്ടു? ചോദ്യത്തിന്റെ ധ്വനി ഇങ്ങനെയാണ്, ഞാൻ അറിയാതെ അനുവദിക്കാതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഞാൻ നിന്റെ ദൈവമല്ലേ? ഭയപ്പെടേണ്ട മകനേ, മകളേ, ഈശോ ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. എല്ലാ ഭയങ്ങളും സമർപ്പിച്ച് പാടുകയും, ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ ഭയങ്ങളുടെ മേഖലകളും കർത്താവിന് സമർപ്പിക്കാം. പത്രോസിനെ അങ്ങനെ കർത്താവ് എടുത്തുയർത്തിയത് കൊണ്ടാകാം തൻ്റെ ലേഖനത്തിൽ പത്രോസ് ലേഖ ഇങ്ങനെ എഴുതി, ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ആഴിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകുന്ന പത്രോസിനെ കർത്താവ് ഉയർത്തിയത് കൊണ്ട് പത്രോസ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എഴുതി വെച്ചു, അവിടെ നമ്മളെ ഉയർത്തും. മാത്രമല്ല 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ടും കുറ്റപ്പെടുത്താതെ ചങ്കോട് ചേർത്ത് പിടിച്ചതുകൊണ്ട് പത്രോസ് പറയുക, മകനെ, മകളെ, പാപത്തെ ഓർത്ത് പോലും നീ വേദനിക്കരുത്. നിന്റെ ബലഹീനതകളെ ഓർത്ത് നീ ദുഃഖിക്കരുത്. നിന്റെ പാപം എത്ര വലുതാണെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. നമ്മുടെ ഭൂരിഭാഗം പേരുടെ പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മുടെ ഉത്കണ്ഠ നമ്മൾ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്, ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ ആരാധനയുടെ സമയത്ത് എല്ലാ ഉത്കണ്ഠകളും ഈശോയ്ക്ക് വിട്ടുകൊടുത്തു. ആകാശത്തിലെ പക്ഷികൾ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നില്ലേ? ഉത്കണ്ഠ മൂലം നിങ്ങളുടെ ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഉത്കണ്ഠകളെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഈ പാടുന്ന പാട്ടിനോട് ചേർന്ന്, ഈ പാട്ടിന്റെ വരികൾ എങ്ങനെയാണ്?
ഭയം വേണ്ട മനമേ, യേശു നിന്നോടെ ദൈവമല്ലേ. വിഷാദിച്ചെന്തിന് ഞെരുങ്ങുന്നുള്ളിൽ, വല്ലഭൻ കൂടെയുണ്ട്. ഭയം വേണ്ട മനമേ, യേശു നിന്നോടെ ദൈവമല്ലേ. പാടുകേ. ഭയം വേണ്ട മനമേ, യേശു നിന്നോടെ ദൈവമല്ലേ. വിഷാദിച്ചെന്തിന് ഞാനുള്ളിൽ, വല്ലഭൻ കൂടെയുണ്ട്. പാടുകേ. വിഷാദിച്ചെന്തിന് ഞാനുള്ളിൽ, വല്ലഭൻ കൂടെയുണ്ട്. എല്ലാവരും ചേർന്ന് ഭയം വേണ്ട മനമേ, യേശു നിന്നോടെ ദൈവമല്ലേ. മുട്ടുകുത്തി നിന്ന് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ മാർത്തിനു നീ മോചനമേ. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദൈവമേ നിൻ പാദേ സർവം അർപ്പിച്ചേക, എന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാം മനം തുറന്നേക, എന്നേരവും സ്തുതി ആരാധന. എല്ലാം അറിയം എന്റെ തമ്പുരാനേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി